ഫ്രെഡി ആ പോകുന്ന ആരാന്ന് നോക്കിയടാ. ഇതാ മറ്റവനല്ലേ ജോസ്? നമുക്ക് അവനെ അങ്ങ് തട്ടിയാലോ? ഇതാകുമ്പോ ജസ്റ്റ് ആൻ ആക്സിഡന്റ്, ബാക്കി നമുക്ക് കോർട്ടിൽ നോക്കാം. സ്പീഡിൽ പോ. ഇവിടെ ആകുമ്പോ ആളൊഴിഞ്ഞ സ്പോട്ടാണ്. കീച്ചടാ എസ്റ്റേറ്റ് എത്തട്ടെ. സത്യം പറ, ഇതെന്നാ പറ്റിയതാ? ഞാൻ പറഞ്ഞല്ലേ ബൈക്കൊന്ന് സ്കിഡായതാ. ചുമ്മാ സ്കിഡാവോ? പിന്നെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ബൈക്കിനങ്ങ് തോന്നി എന്നൊന്ന് മറിച്ചിടാ. പിന്നെ പെട്രോളിന്റെ വില കൂടിയതിന്റെ പ്രതികാരം. നല്ല ബെസ്റ്റ് കോമഡി. വീണപ്പ കിട്ടാ നിനക്ക്? മൊത്തം മുറിഞ്ഞല്ലോ ഇത്. അവിടെ കൊറേ ചേട്ടന്മാര് തോട്ടത്തിൽ വെച്ച് വിളിച്ചു. എന്നിട്ട് അവരെന്റെ കയ്യിലൊക്കെ കേറി പിടിച്ചു. ഞാൻ പേടിച്ചോടി വന്നതാ. വെള്ളം കുടിക്കും. വെള്ളം കുടിച്ചേ. ആ കൊച്ചിനെന്തിനാടാ നീയൊക്കെ പേടിപ്പിച്ചേ? ചുമ്മാ ഒരു തമാശക്ക് ചെയ്തല്ലേ പെട്ടി. ആ കൊച്ചോടും നമ്മളറിഞ്ഞു. തിളപ്പൊക്കെ പറയടാ ഫ്രെഡിയുടെ ഉണ്ടകളെ. എടാ ഇതാണ് ആണുങ്ങളുടെ കൈക്ക് വന്ന് പെട്ടാലുള്ള ഗുണം. ഇനി കണ്ട പൊടിയും വലിച്ചു കയറ്റി നീ ഇവിടെ വന്നാൽ നിന്റെ ഉമ്മാർ
കാരണം കിടുങ്ങാൻ വേണ്ടി ഞാൻ തല്ലി പിടിക്കും. ഞങ്ങളെ നാട്ടുകാർ മതിയടാ, ബേബിച്ചന്റെ വില കളയാൻ നടക്ക്. നിനക്കൊക്കെ നാണാവും. മത്തങ്ങാമാത്തനായിരുന്ന എന്തായി തീരുവെന്തോ. കർത്താവേ, ഇത് നമ്മുടെ ബേബിച്ചന്റെ അനിയനല്ലയോ? അതെ സാറേ. ഇത് കളി മാറും. എന്നാ കോപ്പിലെ പരിപാടിയാണ് അവിടെ? നിയമം കയ്യിലെടുത്താനുണ്ടല്ലോ, എല്ലാത്തിനും ഞാൻ ചവിട്ടി കുഴയ്ക്കും. മനസ്സിലായോ? ഓ ഓ തല്ലി ചതച്ചതും പോരാ, കെട്ടിയിട്ടേക്കോ അല്ലേ? മാറി നിൽക്കണം അങ്ങോട്ട്. എല്ലാവരും കൂടി നിൽക്കുക. അഴിച്ചു വിടറോ. ഏതവനാണ് ഇവരെ തല്ലിയത്? ഞാനാ. ജീപ്പ് കയറാ. അതിന് വണ്ടി പോരെ സാറേ. ജോസ് മാത്രമല്ല, ഞങ്ങൾ എല്ലാവരും കൂടെ തല്ലിയത്. സാറേ, തൽക്കാലം അവന്മാരെ കൊണ്ട് പോ. കൊല്ലേണ്ടതാ ഇവന്മാരെ, ഞങ്ങള് വേണ്ടാന്ന് വെച്ചിട്ടാ. നീ ആരാടി? ഷോ ഒന്നും വേണ്ട സാറേ, ഇത് കേസ് വേറെയാ. ഓ, ബേബിച്ചന്റെ അനിയനാന്നുള്ള വാത്സല്യം കാണിക്കാൻ നിൽക്കണ്ട. നാളെ ഞായറാഴ്ച, പിന്നെ തിങ്കളാഴ്ച കാലത്ത് സാക്ഷികളെ കൊണ്ട് ഞങ്ങൾ കോടതിയിലേക്ക് വന്നോളാം. അതുവരെ ഇവൻ സാറിന്റെ സ്റ്റേഷൻ കസ്റ്റഡി തന്നെ ഉണ്ടായിരിക്കണം. പിന്നെ അല്ലെങ്കിൽ മാത്ത സാറ് വിവരം ഞങ്ങളങ്ങ് വരും. കൂടെ നാട്ടുകാർ മൊത്തം ഉണ്ടാവും. അപ്പൊ മാത്ത സാറ് ചെല്ല്. നിന്നെ ശരിയാക്കി തരാടാ. സാറേ, ഇവന്മാര് വന്ന വണ്ടി കസ്റ്റഡിയിൽ എടുക്കണം. വണ്ടി എടുത്ത് സ്റ്റേഷൻ കൊണ്ടിടൂ. ഇവന്മാരെ എല്ലാരെയും പിടിച്ച് വണ്ടിയൊക്കെ വണ്ടി ബാക്കിയല്ല പോലീസിനെ ഓട്ടോറിക്ഷയ്ക്ക് വന്നോളൂ. അവന് പിന്നെ കൊടുക്കാടാ. സ്വർഗമായിരുന്നു സാറേ ഞങ്ങളുടെ വീട്. കണ്ണീരും കഷ്ടപ്പാടും ഒരുക്കി ഞാൻ ഉണ്ടാക്കിയെടുത്തതാ സാർ ഇതൊക്കെ. അതാണ് അവൻ ഇല്ലാണ്ടാക്കാൻ നോക്കിയത്. ഒരു കാര്യം ഉറപ്പാ സാറേ, ഇതിൻ്റെ ഒടുക്കം ഒന്നുകിൽ ഞാൻ, അല്ലെങ്കിൽ അവൻ. സാറിന്റെ പ്രശ്നം എന്താണെന്ന് എനിക്ക് ഇതുവരെ പിടികിട്ടിയിട്ടില്ല. പക്ഷേ പോലീസ് നിയമമൊക്കെ ഇല്ലേ?